വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. പുന്നമടയിലെ മനോഹരമായ സായാഹ്നത്തിലേക്ക് ഒരിക്കൽ കൂടി, പുന്നമടയുടെ ഓളങ്ങളെ തീപിടിപ്പിക്കുന്ന സായാഹ്നത്തിലേക്ക് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചെറു മത്സരങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇരുളൻ വള്ളങ്ങളുടെ മത്സരം, ഓടി വള്ളങ്ങളുടെ മത്സരം, ഇരുട്ടുകുത്തിയുടെ തെക്കനോടിയുടെ മത്സരമാണ് നടക്കുന്നത്. തെക്കനോടിയൊക്കെ സാധാരണ ഈ ക്ഷേത്രങ്ങളിലെ ആചാരപ്പെരുമയ്ക്ക് കൊടുക്കുന്നതാണ്. വനിതകളാണ് സാധാരണ തെക്കനോടി തറ, തെക്കനോടി കെട്ട് എന്നിങ്ങനെയുള്ള രണ്ട് വള്ളങ്ങൾ മത്സരിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് രണ്ട് തെക്കനോടി വള്ളങ്ങൾ. വനിതകളുടെ പ്രകടനമാണ് തെക്കനോടി വള്ളങ്ങളിൽ നമ്മൾ സാധാരണ കാണാറുള്ളത്. അതാണ് ഇപ്പോൾ ഫീൽഡിൽ കാണുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ഫൈനൽ ലിസ്റ്റ് ഒരിക്കൽ കൂടി പറയാം. ഒന്നാം ട്രാക്കിൽ ഫൈനലിൽ മത്സരിക്കാൻ പോകുന്നത് മേൽപ്പാടമാണ്. രണ്ടാമത്തെ ട്രാക്കിൽ വിയ്യപുരമാണ്. മൂന്നാമത്തെ ട്രാക്കിൽ അരോമയാണ്. നാലാമത്തെ ട്രാക്കിൽ നടുഭാഗമാണ്. മധു, നമുക്കിപ്പം റിക്സലുണ്ട്. ഇതിലേറെ കൗതുകകരമായ മത്സരം എന്ന് പറയുന്നത് മേൽപ്പാടവും തീർച്ചയായും നടുഭാഗവും തമ്മിലാണ്. മേൽപ്പാടം തുഴയുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്, കഴിഞ്ഞ തവണ നമ്മൾ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനോടൊപ്പമായിരുന്നു. ആ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് പിന്നിൽ പോകുന്ന കാഴ്ച. ആലോചിച്ചോക്കണം ഡോക്ടർ അരുൺകുമാർ, 2018 മുതൽ തുടർച്ചയായി 5 കിരീടം സ്വന്തം, അതായത് ഡബിൾ ഹാട്രിക് ഇത്തവണ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. ഇതിനാണ് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയത് ഡബിൾ ഹാട്രിക് എന്ന് പറയുന്നത്. ഡബിൾ ഹാട്രിക് നേടാൻ ഇറങ്ങി തിരിച്ച പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് ഈ മത്സരത്തിലും ഏറ്റവും മികച്ച സമയം കുറിച്ചിരിക്കുന്നത്. 4.15 മിനിറ്റ്. 4.15 മിനിറ്റ്. അതുകൊണ്ട് ചുണ്ടൻ തുഴഞ്ഞ നഷ്ടമായ ആ നേട്ടം അവർ സ്വന്തമാക്കുമോ എന്നുള്ളതാണ്. സ്വന്തമാക്കുന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ പ്രശ്നമുണ്ട്, എഴുതി തള്ളാൻ പറ്റത്തില്ല. വിയ്യപുരം പോലെ ഒരു ടീം. വിയ്യപുരത്തിന്റെ പ്രത്യേകത, വിയ്യപുരം ഇത്തവണ കണക്ക് കൂട്ടി ഇറങ്ങിയിരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, വിയ്യപുരം തുഴഞ്ഞ മിടുക്കന്മാരായ വില്ലേജ് ബോട്ട് ക്ലബിലെ പിള്ളേരെ മുഴുവൻ അരോമക്കാർ കൊണ്ടുപോയി. അങ്ങനെ വന്നപ്പോ വിയ്യപുരം UBC കൈനഗരിയാണ് ഇറങ്ങുന്നത്. UBC കൈനഗരിയുടെ പ്രത്യേകത എന്താണെന്നറിയോ, 1 ഡസൻ തവണയാണ് UBC കൈനഗരി നെഹ്റു ട്രോഫി എടുത്തിരിക്കുന്നത്. പക്ഷേ ഡോക്ടർ അരുൺകുമാർ, അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ UBC കൈനഗരി തുഴഞ്ഞ വിയ്യപുരം 4.20 സെക്കൻഡിലാണ്. പക്ഷേ അവിടെയാണ് നടുഭാഗമോ റിപ്പോർട്ടറിന്റെ നടുഭാഗം കൂടി. പ്രിയപ്പെട്ടവരെ, PBC പുന്നമട തുഴയുന്ന നടുഭാഗം നമ്മുടെ ജോഷി കാവാലം. ഡോക്ടർ അരുൺകുമാർ രാവിലെ PBC പുന്നമടയാണ്. പക്ഷെ ജോഷി കാവാലത്തിന്റെ ടീമിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഇക്കുറി. അതും ഈ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നടുഭാഗത്തിന്റെ ക്യാപ്റ്റൻ 2 സ്ത്രീകളാണ്. ഈ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ആദ്യമായി 2 സ്ത്രീകൾ ക്യാപ്റ്റന്മാരാണ്. കപ്പും കൊണ്ട് പോകും എന്നാണ് അവർ പറഞ്ഞത്. 100%. ആ 2 ചെറുപ്പക്കാരികളെ നമ്മൾ രാവിലെ കണ്ടു. അവരുടെ ആവേശം നമ്മൾ കണ്ടു. എനർജി കാണേണ്ടതാണ്. അനു ആൽബർട്ടിനെയും അന്ന ജോസഫിനെയും ഒക്കെ നമ്മൾ ഇന്ന് കണ്ടിരുന്നു. അപ്പോൾ 2 ക്യാപ്റ്റന്മാർ, 2 വനിതാ ക്യാപ്റ്റന്മാർ വരുന്ന നടുഭാഗം 4.16 എന്ന മികച്ച സമയമാണ് കുറിച്ചിരിക്കുന്നത്. പിന്നീടുള്ളത് നമ്മുടെ അരോമയാണ്. അരോമ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊല്ലത്തുനിന്ന് വരുന്ന ടീമാണ്. അരോമ ഒരു കൗതുകത്തിന്റെ പുറത്ത് ഞങ്ങൾക്കും ഈ വള്ളംകളിയുടെ ഭാഗമാകണം എന്നാഗ്രഹം ജനിക്കുകയും അങ്ങനെ വിയ്യപുരത്തിലെ ചാമ്പ്യന്മാരെ കൊണ്ടുപോയി. അരോമ ഒന്നാമത്തെ തവണ തന്നെ നീറ്റിലിറങ്ങിയപ്പോൾ അത് ചരിത്രമായി മാറുന്ന കാഴ്ചയാണ്. അതെ, അവിടെയുണ്ട്. ഷൈജുവിന്റെ കമന്ററി എന്ന് പറഞ്ഞങ്ങ് തുടങ്ങും. അതെ, നമ്മുടെ റിക്സൺ അവിടെയുണ്ട്. ഈ കുട്ടനാടിനെ, ഈ നെഹ്റു ട്രോഫി വള്ളംകളി അടുത്തറിയാവുന്ന തൊഴിച്ചിലുകാരനായ പ്രമോദ് വെളിയിലാണ് നമുക്കൊപ്പം പവലിയനിൽ കമന്ററി ബോക്സിലുണ്ട്. TV പ്രസാദ്, ഏറെക്കാലം കുട്ടനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത TV പ്രസാദ് ഉണ്ട്. ഈ പറയുന്ന എല്ലാവരും ഉള്ളപ്പോഴും അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുണ്ട്. അവരുടെ മനസ്സിൽ ഓരോ ബോട്ട് ക്ലബിന്റെയും ചരിത്രം, ഇന്ന വർഷം ഈ ടീം, ഈ ചുണ്ടൻ എത്ര മത്സരം ജയിച്ചു, ഇങ്ങനെ കണക്കുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. നോക്കൂ, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മനോഹരമായ കാഴ്ച കാണൂ. നീലയും മഞ്ഞയും വെള്ളയും ചുവപ്പും ട്രാക്ക് തിരിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത, ഞങ്ങൾ ഇന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പോയിരുന്നു കേട്ടോ മധു. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മനോഹരമായിട്ടുള്ള സാങ്കേതിക വിദ്യയാണ്. അതായത് ഈ കാന്തം ഘടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഒറ്റ സമയത്ത് 1 സെക്കൻഡിന്, മില്ലി സെക്കൻഡിന്റെ 1000ത്തിലൊന്ന് അംശത്തിൽ പോലും വ്യത്യാസം നിങ്ങൾക്ക് കിട്ടൂല, ആനുകൂല്യം കിട്ടില്ല. അതുകൊണ്ട് പരാതിയില്ല, പരിഭവമില്ല. മാത്രമല്ല ഹീറ്റ്സുകളിൽ ഒന്നാമതെത്തിയിട്ട് കാര്യമില്ല, സമയം വേണം. രണ്ടാമത്തെ ഹീറ്റ്സിലോ 4-മത്തെ 5-മത്തെ ഹീറ്റ്സിലോ ആരും വന്നിട്ടില്ല. മാത്രമല്ല ഈ സമയങ്ങളെല്ലാം അപ്രസക്തമാവുകയാണ്. റിക്സൺ 4.15 തുഴഞ്ഞ മേൽപ്പാടമാണ് മുൻകൈയെങ്കിലും ഇനി ഈ സെക്കൻഡുകൾ, മിനിറ്റുകൾ എല്ലാം നിർണായകമാണ്. ഇനി വരാൻ പോകുന്ന ഈ 4 മിനിറ്റാണ് യഥാർത്ഥത്തിൽ വിജയെ തീരുമാനിക്കാൻ പോകുന്നത്. റിക്സൺ എന്ത് തോന്നുന്നു? നിലവിൽ മേൽപ്പാടമോ നടുഭാഗമോ അരോമയോ വിയ്യപുരമോ? ആർക്കാണ് മേൽക്കൈ? റിക്സൺ കേൾക്കാമെങ്കിൽ ഫൈനൽ മത്സരത്തിന്റെ ഹീറ്റ്സിന് ഇപ്പോൾ ഫൈനൽ മത്സരത്തിനുള്ള തയ്യാറെടുപ്പുകളാണ്. ട്രാക്കിൽ മേൽപ്പാടവും വിയ്യപുരവും അരോമയും നടുഭാഗവും എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ചെറുവള്ളങ്ങളുടെ മത്സരമുണ്ട്. ചില ചെറുവള്ളങ്ങളുടെ മത്സരത്തിൽ, ഇപ്പം ഓടി പോലെ അല്ലെങ്കിൽ ഇരുട്ടുകുത്തി പോലെയുള്ള ചെറുവള്ളങ്ങളുടെ മത്സരത്തിൽ നിന്നും വെപ്പുവള്ളങ്ങളുടെ മത്സരത്തിലൊന്നും എതിരാളികൾ ഉണ്ടാവില്ല. 2 ടീമുകൾ മാത്രം പങ്കെടുക്കുന്ന ഇരുട്ടുകുത്തിയും 2 വെപ്പുവള്ളങ്ങൾ, അതിൽ തന്നെ A ഗ്രേഡും B ഗ്രേഡ് C ഗ്രേഡ് ഉണ്ട്. ഇതെങ്ങനെയാണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തുഴച്ചിലുകാരുടെ എണ്ണമാണ് A യും B യും C ഒക്കെ തീരുമാനിക്കുന്നത്. A
ഗ്രേഡിലേക്ക് വരുമ്പോൾ 50ഓളം തുഴച്ചിലുകാരുണ്ടാവും, ബി ഗ്രേഡിലേക്ക് വരുമ്പോൾ 35ഓളം തുഴച്ചിലുകാരുണ്ടാവും, സി ഗ്രേഡ് വരുമ്പോൾ ഇതിപ്പോ സി ഗ്രേഡ് ആണ് എന്നാണ് തോന്നുന്നത്, അവിടെ 25ഓളം തുഴച്ചിലുകാരാണ് ഉണ്ടാവുക. ചേച്ചിമാരാണ് തുഴഞ്ഞു പോകുന്നത്, തെക്കനോടിയാണ് ഈ പോകുന്നത്, തെക്കനോടി അല്ലേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് പ്രേക്ഷകർക്ക് കാണാം. ചെറുവള്ളങ്ങളുടെ ഫൈനലാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷമാണ് ജലരാജാക്കന്മാർ ഇറങ്ങുന്നത്. ഇപ്പോൾ ചെറുവള്ളങ്ങൾ 4 ട്രാക്കിലുമായിട്ട് ചെറുവള്ളങ്ങൾ മത്സരിക്കുന്ന കാഴ്ച. ചെറുവള്ളങ്ങളുടെ മത്സരവും അല്പസമയത്തിനകം തന്നെ അവസാനിക്കുമെന്നാണ് കഴിയുന്നത്. കാരണം 5 മണിയോട് അടുക്കുകയാണ്. 5 മണി കഴിഞ്ഞാൽ ചെറുവള്ളങ്ങൾ ട്രാക്കൊഴിയും. അവിടേക്ക് തലയെടുപ്പോടുകൂടി ചുണ്ടന്മാർ അണിനിരക്കും, ജലരാജാക്കന്മാർ അണിനിരക്കും. പിന്നെ കേട്ടോ മാധു, ഇപ്പോൾ തുഴഞ്ഞു പോകുന്ന ചെറുവള്ളങ്ങൾ സി ഗ്രേഡ് ചെറുവള്ളങ്ങളാണ്. 25ഓളം തുഴച്ചിലുകാരാണ് അവിടെ ഉള്ളത്. പക്ഷേ എങ്കിലും താരതമ്യേന നല്ല സ്പീഡ് എടുത്ത് പോകുന്നുണ്ട്. മോട്ടോർ ബോട്ടൊക്കെ പോകുന്ന പോലെയാണ്. രാവിലെയാണ് ഹീറ്റ്സ് മത്സരങ്ങളൊക്കെ കഴിഞ്ഞത്. നമുക്കൊപ്പം റിക്സൺ കൂടി ചേരുന്നുണ്ട്. കമന്ററി ബോക്സിൽ നിന്ന് ടി വി പ്രസാദുണ്ട്, പ്രമോദ് വെളിയിലാണുണ്ട്. അപ്പോൾ റിക്സണിലേക്ക് പോയാൽ, റിക്സൺ, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ചെറുവള്ളങ്ങളുടെ മത്സരം ഇതോടുകൂടി പൂർത്തിയാകുമോ? ഡോക്ടർ അരുൺ, ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ ഇതോടുകൂടെ പൂർത്തിയാകും. ഇതിനുശേഷം വെപ്പുവള്ളങ്ങളുടെ മത്സരം കൂടെ നടക്കും. അതിനുശേഷമാണ് പുന്നമടയിലെ ജലോത്സവ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് മത്സരങ്ങൾ. മുമ്പ് നമ്മൾ കണ്ടതൊന്നും ഒന്നുമേ അല്ല, ഇനി ലൂസേഴ്സ് കിടക്കുകയാണ്. മൈക്രോ സെക്കൻഡുകൾ കൊണ്ട് ഫൈനൽ നഷ്ടമായ ജലരാജാക്കന്മാർ അണിനിരക്കുന്ന പോരാട്ടമാണ് ലൂസേഴ്സ് ഫൈനൽ. ലൂസേഴ്സ് ഫൈനലിൽ പൊടി പാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തൊരാവേശത്തോടെ തുഴഞ്ഞു വന്ന ജലരാജാക്കന്മാരാണ്. ആരൊക്കെയാണ് ലൂസേഴ്സിൽ മത്സരിക്കുന്നത്? നെരണം ചുണ്ടൻ അവസാന ഹീറ്റ്സിൽ നമ്മൾ കണ്ടു. എത്ര ആവേശം. ലൂസേഴ്സ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് റിക്സൺ. നെരണം ബോട്ട് ക്ലബ് ലൂസേഴ്സ് ഫൈനലിലുണ്ട്. 1ാം ട്രാക്കിൽ നെരണമുണ്ട്, 2ാം ട്രാക്കിൽ പുണ്യാളൻ നെരണമുണ്ട്. കുമരകം ടൗൺ ബോട്ട് ക്ലബ് കരുത്തരായ KTBC, കോട്ടയത്ത് നിന്നുള്ള KTBC തുഴയുന്ന പുണ്യാളൻ നെരണമുണ്ട് 2ാം ട്രാക്കില്. 3ാം ട്രാക്കിൽ ചെറുതനയുണ്ട്. നാട്ടകം ബോട്ട് ക്ലബ് ആരാധകര്, ജലോത്സവ പ്രേമികള് വലിയ ആവേശത്തോടെയാണ് ചെറുതനയുടെ ഭംഗി കണ്ടത്, ചെറുതനയുടെ ആവേശം കണ്ടത്. ചെറുതന ജലോത്സവ പ്രേമികളുടെ ഇടയിൽ അറിയപ്പെടുന്നത് അഴകിന്റെ രാജകുമാരൻ എന്നാണ്. ചെറുതന കിടക്കുന്ന കിടപ്പ് കണ്ടാൽ അമ്മാതിരി കിടപ്പാണ് ചെറുതനയുടെ കിടപ്പ്. ചെറുതന എന്ന് പറയുന്നത് അഴകിന്റെ രാജകുമാരനാണ്. ആ ചെറുതന ലൂസേഴ്സിൽ മത്സരിക്കുന്നു. നാട്ടകം ബോട്ട് ക്ലബിന്റെ കൈക്കരുത്തില് ചെറുതന ലൂസേഴ്സിലേക്ക് ആർപ്പൂക്കര ചുണ്ടൻ ഇമ്മാനുവേൽ ബോട്ട് ക്ലബ് അണിയിച്ചൊരുക്കിയ ആർപ്പൂക്കര ചുണ്ടനും ലൂസേഴ്സിൽ മത്സരിക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു 4 ജലരാജാക്കന്മാർ ലൂസേഴ്സിലേക്ക് ചില സെക്കൻഡുകൾ കൊണ്ട് തള്ളിപ്പോയവര്. ഇത് ഫൈനലിലെ ആദ്യം ഇനി നടക്കാൻ പോകുന്നത്, ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചെറുവള്ളങ്ങളുടെ ഓടിവള്ളങ്ങളുടേതാണ്. ഇനി നടക്കാൻ പോകുന്നത് വെപ്പുവള്ളങ്ങളുടെ ഫൈനലാണ്. എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ് എന്നിങ്ങനെ 3 ഗ്രേഡുകളിലായിട്ടാണ് മത്സരം നടക്കുന്നത്. സി ഗ്രേഡ് മത്സരമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊപ്പം ഫീൽഡിൽ നിന്നുള്ള റെസ്പോൺസുകളും ആവേശവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മനീഷ് മഹിപാലുണ്ട്, റോഷ്നി രാജനുണ്ട്. നമുക്ക് അവരിലേക്ക് കൂടി ഒന്ന് പോയി വരാം. ഇവിടെ നിന്ന് മനീഷ് മഹിപാൽ, നമുക്ക് ഈ എയർ ഫ്ലോറിൽ ഇരുന്ന് കാണുന്നതല്ല യഥാർത്ഥ കാഴ്ചയെന്ന് ഞങ്ങൾക്കറിയാം. ആ ആവേശവും ശബ്ദവും ട്രംപറ്റിന്റെ ആ പെരുക്കവും ഒക്കെ അവിടെ നിന്ന് തന്നെ നമ്മൾ കേൾക്കണം. കാലാവസ്ഥ തെളിഞ്ഞിരിക്കുകയാണ്, ഇടയ്ക്കൊന്ന് മഴ ചാറി, അത് ആവേശം കൂട്ടി.